ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് 10 കോർഡിനേറ്റ് ജിയോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വിച്ച് ദ ക്വാഡ്രന്റ് ദ പോയിന്റ് പി ദാറ്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ് m2 - 5 ആൻഡ് ബി 5 ഇൻ ദ റേഷ്യോ 2:3 ലൈൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക അല്ലെ. ലൈൻ സെഗ്മെന്റ് വരച്ചിട്ട് അതിന്റെ എ ബി അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുക. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എയുടെ 2 - 5 ആണ് അല്ലെ. 2 - 5. പിന്നെയോ ബിയുടെ ആകുമ്പോൾ 5 2. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻസ് കോർഡിനേറ്റ് പോയിന്റ് പി ദാറ്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ്. അപ്പൊ പോയിന്റ് പി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് ഏത് റേഷ്യോ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 2:3 ആണ്. 2:3. അതിന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ m1 ഇതെന്താണ് m2 കൊടുക്കാം. നമുക്ക് ഇവിടെ എഴുതാം m1 = എത്ര വരും? 2. m2 = എത്ര വരും? 3 എന്ന് എഴുതാം. അതുപോലെ x1 എന്ന് പറയുന്നത് 2 ആണ്. y1 എന്ന് പറയുന്നത് -5 ആണ് അല്ലെ. ഇനി x2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 വരും. y2 എന്ന് പറയുന്നത് 2 വരും. ഇനി നമുക്ക് നോക്കിയ ക്വസ്റ്റ്യനില് ഇൻ വിച്ച് ദ കോർഡിനേറ്റ് ദ പോയിന്റ് പി ദാറ്റ് ഡിവൈഡ് ദ ലൈൻസ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ സെക്ഷൻ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. സെക്ഷൻ ഫോർമുല പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആകുമ്പോൾ എങ്ങനെ നമുക്ക് വരുന്നത്? അതായത് m1 x2 പ്ലസ് m2 x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. m1 എന്താണെന്ന് നമുക്ക് അറിയാം, ഏതാണ്? 2. അപ്പൊ 2 × x2 എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ്? x2 5 അല്ലെ. 5 പ്ലസ് m2 എന്ന് പറയുന്നത് 3 × x1 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, അതായത് 2 പ്ലസ് 3 = എത്ര വരും? 2 × 5 എത്ര? 10. 3 × 2 6 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 5. നമുക്ക് ആൻസർ കിട്ടുന്നത് 10 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എന്താ? 16 അല്ലെ. ഡിവൈഡ് ബൈ 5. നമുക്ക് എന്താണ്? എസ് കോർഡിനേറ്റ്സ് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര വരുന്നു? 16 5 അല്ലെ. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് y കോർഡിനേറ്റ്സിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. y കോർഡിനേറ്റ്സിന്റെ ആകുമ്പോൾ എങ്ങനെ നമുക്ക് വരുന്നത്? m2 m1 y2 m2 y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 = m1 നമുക്കറിയാം എത്രയാണ്? 2 × y2 എന്ന് പറയുന്നത് എത്രയാണ്? y2 എന്ന് പറയുന്നത് 2 പ്ലസ് m2 എന്ന് പറയുന്നത് 3 ആണ്. y1 എന്ന് പറയുന്നത് -5 ആണ്. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 പ്ലസ് 3. നമുക്ക് നോക്കാം. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. പ്ലസ് 3 × -5 എന്ന് പറയുന്നത് -15 ആണ്. ഡിവൈഡ് ബൈ 2 പ്ലസ് 3 5 അല്ലെ. അപ്പൊ 4 - 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -11 അല്ലെ. -11 ഡിവൈഡ് ബൈ 5 അല്ലെ. അപ്പൊ നമുക്ക് y കോർഡിനേറ്റ്സും കിട്ടി. y കോർഡിനേറ്റ്സ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? -11 ഡിവൈഡ് ബൈ 5. ഇവിടെയോ 16/5. അപ്പം എസ് കോർഡിനേറ്റും y കോർഡിനേറ്റ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എസ് കോർഡിനേറ്റും y കോർഡിനേറ്റും കിട്ടിയത് എത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 16/5 പിന്നെയോ -11/5 എന്നുമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അത് നമുക്ക് നോക്കിക്കേ. ഇതിനകത്ത് എന്തോ ക്വസ്റ്റ്യൻ ഇതുകൊണ്ട് തീർന്നിട്ടില്ല. പിന്നെ എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുക, ഇൻ വിച്ച് ദ കോർഡിനേറ്റ് ദ പോയിന്റ് പി ദാറ്റ് ഡിവൈഡ്സ് ദ ലൈൻസ്. നമ്മൾ പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. പിന്നെ ഇനി എന്താ പറഞ്ഞത്? ഇൻ വിച്ച് കോർഡിനേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് കോർഡിനേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാ കണ്ടുപിടിക്കാം? ഏത് കോർഡിനേറ്റിലാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിൻ നോക്കാം. കാർട്ടീഷ്യൻ പ്ലെയിൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതെന്താണ്? ഇത് x ആണ്. ഇതെന്താണ്? y ആണ് അല്ലെ. നമുക്ക് നോക്കിയേ, ഇത് 0 വരും, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 so on. ഇനി നോക്കിയേ, ഇവിടെ എന്ത് വരും? ഇവിടെ -4 -3
-2 -1 അല്ലെ? ഇവിടെയോ? ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? 1 2 3 4 അങ്ങനെ പോന്നു. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് വരും? -1 -2 -3 -4 അല്ലെ? അപ്പൊ ഇത് എന്തോ നോക്കിക്കേ, ഇത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇതെന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇത് രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. എക്സ് കോർഡിനേറ്റും പോസിറ്റീവ് ആണ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ്. അപ്പൊ ഇതെന്താണ്? പ്ലസ് പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് ആണ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആകുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പോസിറ്റീവ്. അപ്പം എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വേണ്ടത്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ എസ് കോർഡിനേറ്റ് നെഗറ്റീവ് വരും, വൈ കോർഡിനേറ്റും എന്താണ്? നെഗറ്റീവ് വരും അല്ലെ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫോർത്ത് കോർഡിനേറ്റ് വരുമ്പോൾ എന്താണ്? ഇവിടെ എക്സ് കോർഡിനേറ്റ് വരുന്നത് പോസിറ്റീവ് വരും, വൈ കോർഡിനേറ്റ് വരുമ്പോൾ എന്താണ്? നെഗറ്റീവും വരും അല്ലെ? നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇത് എക്സ് ഇത് വൈയും ആണ്. നോക്കിയാൽ വൈ ഇതിൽ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പം എക്സ് കോർഡിനേറ്റ് പോസിറ്റീവും വൈ കോർഡിനേറ്റ് നെഗറ്റീവും വന്നാൽ എന്താണ്? ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഇവിടെ അല്ലേ വന്നിരിക്കുന്നത് എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റാ വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ നമ്മുടെ ആൻസർ ഫുൾ ആയി അല്ലേ? അപ്പൊ എന്ത്? ഫോർത്ത് ക്വാഡ്രന്റ് ആയി. അപ്പൊ ഏത് ക്വാഡ്രന്റ് ആണെന്ന് വെച്ചാൽ എന്താണ്? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം ടൈമിൽ MCQ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ക്വാഡ്രന്റ് ഏതാണെന്നൊക്കെ പഠിച്ചു വെക്കണം. ഏത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതാണ് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.